ബാറ്ററിയുടെ ഹെൽത്ത് കുറഞ്ഞു വന്നു. അങ്ങനെ ഞാൻ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് ബാറ്ററി കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു. കയറ്റം കയറാൻ നേരത്തെ ആളെ വെച്ചിട്ടാണ് കയറണമെങ്കിൽ, നല്ല കയറ്റമാണെങ്കിൽ എനിക്ക് തരാനുള്ള ഒരു ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷമ വേണം. ഹായ് ഹലോ, ഇന്ന് നമ്മളുടെ ഉള്ളത് 2024 ചേതക്കിൻ്റെ സെക്കൻഡ് ഓപ്ഷനാണ്. സോ ഇതിൻ്റെ ഓണറായ JP നമുക്ക് നമ്മുടെ ചാനലിലോട്ട് വെൽക്കം ചെയ്യാം. ഈ വണ്ടി എങ്ങനെയുണ്ട്? ഈ വണ്ടി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ വണ്ടി എടുത്തിട്ട് 1 വർഷം കഴിഞ്ഞ ഓണത്തിന് എടുത്ത വണ്ടിയാണ്. ഓണത്തിന് എടുത്തിട്ട് ഒരു 10 മാസമേ വണ്ടി എൻ്റെ കയ്യിലുള്ളായിരുന്നു. 2 മാസം ഷോറൂമിലായിരുന്നു. വണ്ടി വേണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഷോറൂമിൽ പോയി കാണും, അതായിരുന്നു അവസ്ഥ. അപ്പോൾ വണ്ടി ബ്രോൻ്റെ കയ്യിലുള്ളതിനെക്കാട്ടിയും കൂടുതൽ ഷോറൂമിലായിരുന്നല്ലോ? അങ്ങനെ പറയാൻ പറ്റില്ല. 10 മാസം എൻ്റെ ഉണ്ടായിരുന്നു, 2 മാസം ഷോറൂമിലായിരുന്നു. അതിലൊരു മാസം എനിക്കൊരു ആക്സിഡന്റ് പറ്റിയാണ്. അത് കുറ്റം പറയാൻ പറ്റത്തില്ല, സ്വന്തം വണ്ടിയല്ലേ, കുറ്റം പറയാൻ. എന്നാലും മിക്കവാറും ആൾക്കാർ സ്വന്തം വണ്ടി ആയതുകൊണ്ട് കുറ്റം പറയാതെ കുറെ ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ പറയരുത്. നമ്മൾ ജെന്യൂൻ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, വണ്ടി ഇപ്പം എത്ര 19,000 സംതിങ് കിലോമീറ്റർ ആയി. 19,317 കിലോമീറ്റർ ആയി. 2024 എടുത്തതാണ്. 24 എടുത്തതാണ്. ഇത് 3 വേരിയന്റ് ഉണ്ട്. ബേസ് മോഡൽ ഉണ്ട്, അർബൻ ഉണ്ട്, പിന്നെ പ്രീമിയം. 3 മോഡലാണ്. അപ്പൊ ഈ 3 മോഡലിൽ ഞാൻ എടുത്തത് ബേസ് മോഡലിൽ വിത്ത് ടെക് പാക്ക് ആണ് എടുത്തത്. ടെക് പാക്കിന് മാത്രം 5,000 രൂപ ആയി. 4 സംതിങ്. ടെക് പാക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ടെക് പാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതില് റിവേഴ്സ് മോഡ് അങ്ങനെ ഇതെല്ലാം കിട്ടാൻ, കുറച്ച് ഫീച്ചേഴ്സ് ഓൺ ആവണമെങ്കിൽ ടെക് പാക്ക് എടുക്കണം. റിവേഴ്സ് മോഡ് അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ സ്പീഡിന് കയറാൻ വേണ്ടിയിട്ട് സ്പോർട്സ് മോഡ് ഉണ്ട്. അതൊക്കെ ബേസ് മോഡലിൽ അത് ഓൺ ആവണമെങ്കിൽ ടെക് പാക്ക് എടുക്കണം. പിന്നെ വണ്ടിയുടെ കുറിച്ച് പറയുകയാണെങ്കിൽ, എനിക്ക് ഒരുപാട് നെഗ് ഉണ്ട് വണ്ടിക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്ക് വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞില്ലേ, ഇടിച്ച് വണ്ടി ശരിയാക്കിയപ്പോഴത്തേക്ക് ഏകദേശം 30,000 അടുപ്പിച്ച് ബില്ല് വന്നായിരുന്നു. 1 മാസം എടുത്തു ഒരു വണ്ടി ശരിയാക്കി തരാനായിട്ട്. 1 മാസം എടുത്തു. ഈ പാർട്സിന്റെ ഒക്കെ അവൈലബിലിറ്റി, ഇത് ഈ കളർ ഇതായോണ്ട് എന്നൊക്കെയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. പെയിന്റ് അടിച്ചു വരാനും ഇതൊക്കെ. ഈ കളർ ഒരു വെറൈറ്റി കളറായ, സാധാരണ ബജാജിൽ നിന്നും അങ്ങനെ അത്രയും സമയം എടുക്കണതല്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. പിന്നെ പറയുകയാണെങ്കിൽ, 1 മാസം എടുത്തു. എന്നിട്ട് വണ്ടി എന്നിട്ട് അവന്മാർ എൻ്റെ 4,000 രൂപ ക്യാഷ്ലെസ് ക്ലെയിം എന്നാണ് പറഞ്ഞത്. 0 ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞു. അപ്പം ഒരു പൈസ നമ്മളെ ആവത്തില്ല എന്നല്ല അർത്ഥം. എൻ്റെ അടുത്ത് 4,000 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. അത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് കസ്റ്റമർ അടയ്ക്കാനുള്ള പൈസയാ, ഇത് റീഫണ്ട് ചെയ്ത് തരുമെന്ന് പറഞ്ഞു. അത് അടച്ച സ്ക്രീൻഷോട്ട് എൻ്റെ ഉണ്ട്. അപ്പം അത് അടച്ചിട്ട് അമ്മരെ ഞാൻ ഒരാഴ്ച കടന്ന് തിരിച്ചോണ്ടിരുന്നു. അമ്മര് പറഞ്ഞു, ഇനി അത് ബജാജിന്റെ ഇൻഷുറൻസ് തന്നെയാണോ എടുത്തിരുന്നത്? അല്ലല്ല, ICICIയുടെ ഇൻഷുറൻസ് ആണ് അവർ തന്നിരുന്നത്. തന്നിട്ട് തിരിച്ചിടാമെന്ന് പറഞ്ഞു. ഇത്ര ശതമാനം പിടിച്ചിട്ട് തിരിച്ചിടാമെന്നൊക്കെയാ പറഞ്ഞു. പിന്നെ വിളിച്ചപ്പോഴത്തേക്ക് അവര് കൈമലർത്തി. 1 പൈസയും കിട്ടിയില്ല. പിന്നെ 1 മാസം പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ ഞാൻ സർവീസിനുണ്ട് എന്നപ്പോഴത്തേക്ക് ഇതിന്റെ ബാറ്ററിയുടെ ഹെൽത്ത് കുറഞ്ഞു വന്നു. അതായത് എനിക്ക് 110 വരെയൊക്കെ ഞാൻ ഓടി എടുത്തിട്ടുണ്ട് ഒറ്റയ്ക്ക് മാക്സിമം. ഇത് 114 റേഞ്ച് പറയുന്നത്. ഏത് മോഡലാണ് ആ 110 നമ്മൾ ഓടിയിട്ടുള്ളത്? ഇത് സാധാ മോഡല്, നോർമൽ മോഡലാണ്. 110 ഓടി എടുത്തിട്ടുള്ളത്. സ്പോർട്സ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 80-85 ഒക്കെ കിട്ടത്തുള്ളൂ. പിന്നെ ഒരാള് ബാക്കിലുണ്ടെങ്കിലും ഒരു റേഞ്ച് നല്ല കുറയും. ഒരു 80 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ 1 മാസം എൻ്റെ വണ്ടി ഷോറൂം ഇരുന്നെന്ന് പറഞ്ഞില്ലേ, അത് ബാറ്ററിയുടെ ഹെൽത്ത് കുറഞ്ഞു. വന്ന് ബാറ്ററി ഹെൽത്ത് കുറഞ്ഞു. ഏകദേശം എനിക്ക് 70 മൈലേജ് കിട്ടുന്നുള്ളൂ. എനിക്ക് ഡെയിലി നോർമൽ മോഡിൽ 70 കിട്ടുന്നുള്ളൂ. വണ്ടിയുടെ ഈ ബാറ്ററിയുടെ ഹെൽത്ത് കുറഞ്ഞു വന്നു. അങ്ങനെ ഞാൻ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് ബാറ്ററി കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ ഒരു 0 കോസ്റ്റിൽ മാറി തന്നു. അത് എത്ര ദിവസം എടുത്തത് മാറാൻ? അത് മാറാൻ വേണ്ടിയിട്ട് 1 മാസം എടുത്തു. അപ്പൊ ഞാൻ ഇലക്ട്രിക് വണ്ടി എടുക്കുന്നവരുടെ എനിക്കൊരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബാക്കപ്പിന് ഒരു വണ്ടി വെച്ചേക്കുക, എന്നാൽ അത്രയും നല്ലതാണ്. എനിക്ക് ബാക്കപ്പിന് ഒരു വണ്ടി ഉള്ളത് കൊണ്ട് മാത്രം എനിക്ക് ജോലിക്കൊക്കെ പോകാൻ പറ്റും. ബ്രോ ഏകദേശം ഡെയിലി ഒരു 100 കിലോമീറ്റർ. അതെ, എനിക്ക് 70 കിലോമീറ്റർ അടുപ്പിച്ച് ഡ്യൂട്ടിക്ക് പോകാനും. കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഡെയിലി വൺ സൈഡ് ഏകദേശം ഒരു 40 കിലോമീറ്ററോളം, 35-40 കിലോമീറ്ററോളം എനിക്ക് വൺ സൈഡ് ഉണ്ട്. 2 സൈഡ് കൊണ്ട് 70 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. അങ്ങനെ പിന്നെ വന്നിട്ട് വീട്ടിന്റെ അവിടെ കിടന്നും കുറച്ച് ചില്ലറ കറക്കങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് ഡെയിലി ഒരു 80 കിലോമീറ്ററെങ്കിലും മൈലേജ് കിട്ടിയാലേ പറ്റുള്ളൂ. ഡെയിലി തന്നെ ചാർജ് ചെയ്ത് യൂസ് ചെയ്യേണ്ട അവസ്ഥ. അതെ, എനിക്ക് ഡെയിലി ചാർജ് ചെയ്ത് യൂസ് ചെയ്യണം. പിന്നെ പറയുന്ന ഒരു ഒറ്റ വണ്ടിയായിട്ട് ഒരാൾ എടുക്കുകയാണെങ്കിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉള്ള സിനാരിയോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. അതായത് നമ്മൾ ഈ വണ്ടിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. പിന്നെ വേറൊരു ബാക്കപ്പ് ആയിട്ട് വണ്ടി ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇങ്ങനെ ഒരു ഇപ്പം 19,000 കിലോമീറ്റർ കഴിഞ്ഞില്ലേ, അപ്പൊ അത്രയും കിലോമീറ്ററിന്റെ ഇത് ഞാൻ ഓടിയെന്നാണ് അർത്ഥം. അപ്പം
അതെനിക്ക് ആ ഒരു പൈസ പെട്രോൾ അടിക്കുന്ന പൈസ ലാഭം വന്നിട്ടുണ്ട്. വേറെ വണ്ടി ഉള്ളത് ബുള്ളറ്റ് ആണ്, ബുള്ളറ്റ് 350 ആണ്. ബുള്ളറ്റ് 350 ആണ്. അതിലും മൈലേജ് എന്ന് പറയണ അറിയാലോ, അത്രയൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സർവീസിൽ ഇപ്പം സർവീസ് ചെയ്തപ്പോഴത്തേക്ക് ഈ രണ്ട് ഇത് കാണാൻ പോകുന്നു, ഈ രണ്ട് സാധനം അവര് വെച്ചിട്ടില്ല, സർവീസ് ടീം വെച്ചിട്ടില്ല. അവര് പിന്നെ തരാനാണ് പറയുന്നത്. പിന്നെ വണ്ടി ഇറക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഒരു ആക്സിഡന്റ് കഴിഞ്ഞ് വണ്ടി കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഇറക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഒരു നെടുമ്പങ്ങാട് വണ്ടി എടുത്താണ്. തിരുവനന്തപുരത്ത് വന്നിട്ട് ഞാൻ ഒരു ചെമ്പമംഗലം കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി അങ്ങ് സ്റ്റോപ്പായി പോയി. ആക്സിലേറ്റർ കൊടുത്തിട്ട് പോകുന്നില്ല, ത്രോട്ടിൽ കൊടുത്തിട്ട്. ആക്സിഡന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ ചെറിയൊരു വട്ടി കുറുക്കയാടി വെട്ടിച്ച് മാറ്റിയപ്പോഴത്തേക്ക് പോസ്റ്റിന്റെ സൈഡിൽ കൊണ്ടതാണ്. അപ്പോൾ ഫോട്ടോ എന്റെ ഉണ്ട്, ഞാൻ ഫോട്ടോ തരാം. ഈ അങ്ങനെ ത്രോട്ടിൽ കൊടുത്തിട്ട് പോകുന്നില്ല. അപ്പം ഇവിടെ ശരിയായിക്കൊണ്ട് വന്നതേ ഉള്ളൂ. അപ്പം പിന്നെ ഞാൻ ആക്സിഡന്റിന് ശേഷം വണ്ടി ശരിയാക്കിക്കൊണ്ട് വന്നതിന് ശേഷമാണ്. അപ്പം പിന്നെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ, രാഹുലിന്റെ വീട്ടിൽ വെച്ച് അവിടെ നിന്ന് അത്രയും ദൂരം ഉരുട്ടേണ്ടി വന്നു. അതൊക്കെ ഒരു പരിപാടിയാണ്. ഇവർക്ക് ഈ റോഡ് സൈഡ് അസിസ്റ്റൻസ് അങ്ങനെയുള്ള RSA ഉണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ RSAക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എടുക്കാൻ നേരത്ത്, പക്ഷെ എനിക്ക് RSA കിട്ടിയിട്ടില്ല, എൻ്റെ രജിസ്റ്റർ ആയില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെ പിന്നെ 2 ദിവസം വീണ്ടും ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഇരിക്കേണ്ടി വന്നു വണ്ടി. അവർ സർവീസ് ടീം വന്ന് പിന്നെ ശരിയാക്കി. എങ്കിലും നമുക്ക് ആ ഒരു സമയമാണല്ലോ, സമയത്തിനാണല്ലോ ഇന്നത്തെ കാലത്ത് വരെ. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടി വേറെ രീതിയിൽ നോക്കുകയാണെങ്കിൽ വണ്ടി ഫുൾ ബോഡിയൊക്കെ മെറ്റലാണ്. എനിക്ക് ആക്സിഡന്റ് ഉണ്ടായ സമയത്തും വലുതായിട്ട് എനിക്ക് ഒന്നും പറ്റിയിട്ടില്ല, വണ്ടിക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഈ സർവീസ് സമയത്തിന് ശരിയാക്കി തരത്തില്ല, അതാണ് അവരുടെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സർവീസ് വളരെ മോശം. സർവീസ് മോശം എന്ന് പറഞ്ഞാൽ സർവീസ് ചെയ്തു തരും, പക്ഷെ സമയം നമ്മുടെ കിടന്ന് വിളിച്ച് നമ്മുടെ ഒരു മെന്റൽ ഹെൽത്ത് വരെ കുഴപ്പമാവും. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു 4000 രൂപ അതിന് ഞാൻ കിടന്ന് വിളിച്ച് ഒരു രക്ഷയില്ല. അത് ആ പൈസ പോയത് തന്നെയാണ്. പിന്നെ അതിനെ കുറിച്ച് അറിയാന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമന്റ് ചെയ്യണേ. അത് എന്താണ്? അതെ, 4000 രൂപ എന്തെങ്കിലും ഓപ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും അല്ലേ. പിന്നെ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ബേസ് മോഡലാണ്. ഇത് 2.9 കിലോവാട്ട് ആണ് ഇതിന്റെ ബാറ്ററി വരുന്നത്. ഇതിന്റെ പ്രീമിയം വേരിയന്റിന് 3.6 കിലോവാട്ട് ആണ് വരുന്നത്. അപ്പൊ അതിനൊത്തുകൂടെ മൈലേജ് കിട്ടും. അതായത് 140. ചാർജിങ് എങ്ങനെയാണ്? പുറത്തുനിന്ന് ചാർജ് ചെയ്യാറുണ്ടോ അതേ നമ്മളെ വീട്ടിലെ ചാർജ് ചെയ്യാൻ തന്നെയാണോ? ഞാൻ വീട്ടിലെ ചാർജാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. പുറത്തുനിന്ന് ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ട്. KSEBയുടെ പട്ടത്ത് ഇതുണ്ട്, അവിടെ നിന്ന് ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചാർജ് ചെയ്യാൻ എത്ര രൂപയാണ് പുറത്തുനിന്നാണെങ്കിൽ ആവുന്നത്? ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം 16 രൂപ ആവുന്നുണ്ട്. 16 ഫുൾ ചാർജ് ചെയ്യാൻ 16 രൂപ ആവുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു 20% കൊണ്ടിട്ടപ്പോഴത്തേക്ക് 25% കൊണ്ടിട്ട് ഫുൾ ചാർജ് ആക്കിയപ്പോഴത്തേക്ക് ഏകദേശം 12 രൂപയോളം എനിക്ക് ചാർജ് ചെയ്തു. അപ്പം 16 രൂപ. വീട്ടിലാണെങ്കിൽ അത് എത്ര സമയം എടുത്ത്? പുറത്തുനിന്നുള്ള ചാർജിങ് ടൈം അത് ഒത്തിരി ഫാസ്റ്റ് ആണ്. പുറത്തുനിന്ന് ചാർജ് ചെയ്യുമ്പോൾ ഒത്തിരി കൂടെ ഫാസ്റ്റ് ആയിട്ട് കയറുന്നു. വീട്ടിലാണെങ്കിൽ എത്ര മണിക്കൂർ? വീട്ടിലാണെങ്കിൽ 4 മണിക്കൂറിന് പുറത്താവും. 4 മണിക്കൂർ ഉണ്ടാവും. 4 മണിക്കൂർ പുറത്താവും. ഓക്കെ. പിന്നെ ഈ പറയുന്ന വീട്ടിൽ ഈ പറയുന്ന ഇലക്ട്രിക് വണ്ടി എടുത്തതിന് ശേഷം എന്തെങ്കിലും കറണ്ട് ബില്ലിൽ എന്തെങ്കിലും? കറണ്ട് ബില്ലിൽ വേരിയേഷൻ ഉണ്ട്. കറണ്ട് ബില്ല് ഏകദേശം ഒരു 500-600 രൂപയോളം കൂടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും 600 രൂപ ഡെയിലി ഈ പറയുന്ന 100 രൂപ 600 രൂപ എന്ന് പറയുന്നത് നമ്മള് 2 മാസത്തെ ബില്ലാണ് ആണല്ലോ വരുന്നത്. അപ്പൊ 600 രൂപ നമുക്ക് വലിയ റിഫ്ലക്ട് ചെയ്യുന്ന കാര്യം. ഒരു ദിവസം 100 രൂപയ്ക്ക് അടിക്കണമെങ്കിൽ 2 മാസത്തേക്ക് 6000 രൂപയ്ക്ക് 6000 അപ്പം പെട്രോൾ എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് വണ്ടി ലാഭമാണ്. പക്ഷെ വണ്ടിയുടെ ഈ സർവീസിലും വണ്ടിക്ക് ഉണ്ടാകുന്ന ഈ കുഴപ്പങ്ങളിലും നമ്മൾ പെട്ടു. അതാണ് കമ്പനി കുറച്ചുകൂടെ സർവീസിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വണ്ടിയാണ്, നല്ല ലുക്കും കാര്യങ്ങളൊക്കെയാണ് വണ്ടീന്. നമ്മുടെ എല്ലാ കാര്യത്തിനും വണ്ടിയുടെ ലുക്ക് ഒക്കെ കണ്ടിട്ട് എന്നെ അടുത്ത് ഒരുപാട് പേര് വണ്ടി നിർത്തിച്ച് വെച്ചിട്ട് ഞാൻ വണ്ടി ഓടിച്ചോണ്ട് പോയപ്പോ സൈഡിലൊക്കെ വന്നിട്ട് കളറും ഭയങ്കര അട്രാക്റ്റീവ് ആണ്. അത് എനിക്ക് പണി കിട്ടി. കളർ അട്രാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അവർ 1 മാസം എടുത്ത് എനിക്ക് വണ്ടി തരാനായിട്ട്. പെയിന്റ് ചെയ്ത് ഈ കളർ മിക്സ് ചെയ്യാനൊക്കെ പാടാണെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പെയിന്റ് ചെയ്ത് കിട്ടിയിട്ടില്ല, അത് കിട്ടിയിട്ടില്ല, അങ്ങനെയൊക്കെയാ പറഞ്ഞത്. പിന്നെ ഇപ്പം സ്റ്റാൻഡിൽ ഇപ്പോഴും ഒരു പ്രോബ്ലം ഉണ്ട്. അന്ന് ശരിയാക്കിയതിന് ശേഷം സ്റ്റാൻഡ് ഫുള്ളായിട്ട് അകത്ത് പറഞ്ഞില്ല. ഈ ഒരു പാർട്സ്, ഈ ഒരു ബ്ലാക്ക് പാനലില്ലേ, ആ പാനൽ ഇതിന്റെ അല്ല, അത് മഞ്ഞാണ് വരാനുള്ള. പിന്നെ ലുക്കിനെ ബാധിക്കാത്തോണ്ട് ഞാൻ അതിന്റെ കറക്റ്റ് പാർട്ട് കിട്ടാത്തോണ്ട് സ്റ്റാൻഡ് ഫുൾ ആയിട്ട് വേണം. സ്റ്റാൻഡ് ഫുൾ എടുത്താലേ വണ്ടി സ്റ്റാർട്ട് ആവത്തുള്ളൂ. എനിക്ക് തരാനുള്ള ഒരു ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷമ വേണം, സമയം എടുക്കും. ചിലര് പറഞ്ഞ ഇന്ന ആള് വരും എല്ലാം ശരിയാവും. നമ്മൾ കുറച്ച് ക്ഷമിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ശരിയായി കിട്ടും. ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുമെന്നൊക്കെ പഠിച്ചത് ഞാൻ ഇലക്ട്രിക് വണ്ടി എടുത്തതിന് ശേഷവും. എനിക്കൊട്ട് ക്ഷമയില്ലാത്ത ഒരാളാണ്. പക്ഷേ ഞാൻ വണ്ടി മാക്സിമം യൂസ് ചെയ്ത് തന്നെയാണ് പോയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മാക്സിമം പൊട്ടൻഷ്യലിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്.
എനിക്ക് ചിലപ്പം ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പോർട്സ് മോഡൊക്കെ ഇട്ട് 75-ലൊക്കെ ഞാൻ കയറ്റി ഓടിച്ചിട്ടൊക്കെ ഉണ്ട്. ഇതിന്റെ ടോപ്പ് സ്പീഡ് വരുന്നത് എത്രയാണ്? ടോപ്പ് സ്പീഡ് പ്രീമിയത്തിനാണെങ്കിൽ ടോപ്പ് സ്പീഡ് ടെക് പാക്ക് ഇല്ലാതെ തന്നെ 75-80 ഒക്കെ കയറുന്നുണ്ട്. എനിക്ക് ഇതിൽ ടോപ്പ് സ്പീഡ് ടെക് പാക്ക് ഇല്ലാതെ 50 വരെ പോകത്തുള്ളൂ. ബേസ് മോഡലാണല്ലോ. അങ്ങനെ ടെക് പാക്ക് കൂടെ എടുത്തോണ്ട് എനിക്ക് ഇപ്പൊ 75-80 വരെയൊക്കെ പോകും. ഞാൻ 75 വരെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ത്രോട്ടിലിന്റെ കംപ്ലൈന്റ് ഒന്നില്ലേ, ത്രോട്ടിൽ ആക്സിലേറ്റർ കേബിൾ അല്ല വരുന്നത്, ഇതിലൊരു സെൻസർ ആണ് വരുന്നത് എന്നാണ് അവർ പറഞ്ഞത്. ഈ ത്രോട്ടിൽ കംപ്ലൈന്റ് ആയപ്പോഴത്തേക്ക് കുറച്ചുകൂടെ സാധാരണ നമ്മുടെ സ്കൂട്ടിയെക്കാട്ടി നല്ലോണം കുറച്ച് റെസ്പോൺസീവ് ആണ്. പിന്നെ ഈ ത്രോട്ടിൽ തിരിച്ചു വിടുമ്പോഴത്തേക്ക് നല്ലൊരു ബ്രേക്കിംഗ് ആണ്. ഓക്കെ. പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മുടെ ഒരു പുതിയ ഇലക്ട്രിക് എടുക്കാനുള്ള എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഓല എടുക്കണോ, ഏത്തർ എടുക്കണോ, അതേപോലെ മറ്റേ TVSന്റെ iQube എടുക്കണോ, അങ്ങനെ അതെ ഈ പറയുന്ന ചേതക എടുക്കണം. അപ്പം അങ്ങനെ ഇപ്പൊ ബ്രോ ഈ വണ്ടി എടുത്തപ്പോഴത്തേക്ക് അങ്ങനെ എന്തായാലും ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ ഏത് വണ്ടി എടുക്കണം. അപ്പൊ അതിൽ നിന്ന് എങ്ങനെയാണ് ഇതിലോട്ട് ചൂസ് ചെയ്യാനുള്ള ഒരു കാര്യം? ചൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം വില ഓലയൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു 1.5 ലക്ഷം അടുപ്പിച്ച് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഏതറിന് നല്ല വിലയുണ്ട്, 1.80 ഉണ്ട്. പിന്നെ ചേതക്കിന് 1.20 മോഡലുണ്ട്, 1.55 ഒക്കെ മോഡലുണ്ട്. അപ്പം ഒന്നാമത്തെ കാര്യം വില തന്നെയാണ്. പിന്നെ ഇതിന്റെ ലുക്ക് ഞാൻ ഒരു പ്രധാന ഘടകമാണ്. ഇത് പഴയ ചേതക്കിന്റെ ലുക്കിലാണ്, റെട്രോ ലുക്കാണ്. പിന്നെ വരുന്ന ബോഡി എല്ലാം മെറ്റലാണ്. ബോഡി പ്ലാസ്റ്റിക് ബോഡിയാണ്, മറ്റെല്ലാം പ്ലാസ്റ്റിക് ഫൈബർ ബോഡിയാണ് വരുന്നത്. പിന്നെ എന്താ പറയാ, പിന്നെ റേഞ്ച് കണക്ക് തന്നെ എല്ലാത്തിലും 100 കിലോമീറ്റർ ഒക്കെ അല്ലേ റേഞ്ച് വരുന്നത്. ഒരു ആവറേജ് ഓലയിലാണ് എനിക്ക് തോന്നുന്നത് റേഞ്ച് ഒക്കെ കൂടുതലാണ്. ഞാൻ റേഞ്ച് മാത്രം നോക്കില്ല, എനിക്കൊരു 70 കിലോമീറ്റർ ഒരു 100 കിലോമീറ്റർ കിട്ടിയാൽ മതിയായിരുന്നു. അപ്പം ഇത് 100 കിലോമീറ്ററിൽ ഇപ്പൊ കിട്ടുന്നുണ്ട്. 108 ഓടി എടുത്തിട്ടുണ്ട്. ഓല പക്ഷേ ഒത്തിരി കംപ്ലൈന്റ്സ് ആണ് ഈ പറയുന്ന ബ്രോ എടുക്കുന്ന സമയത്ത്. ഞാൻ തിരക്കിയായിരുന്നു. അപ്പം എനിക്ക് ഓലയുടെ താല്പര്യം ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് ചെയ്തെങ്കിൽ കിട്ടുന്നുണ്ട്. ഒത്തിരി വെയിറ്റ് ചെയ്താലും ഓല സർവീസ് ചെയ്ത് കൊടുക്കുന്നില്ല. ഓലയുടെ ഇപ്പോഴത്തെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ഓല യൂസേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അതെ. പിന്നെ പറയാനുള്ളത് ഏതർ കൊള്ളാം. ഏതറിന് ഒത്തിരി വിലയാണെങ്കിലും ഏതർ കൊള്ളാന്ന് പറയുന്നുണ്ട്. ഏതർ എന്റെ അടുത്ത കൂട്ടുകാരന്മാരൊക്കെ ഞാൻ അത് ഓടിച്ച് നോക്കി. ഏത്തർ നമ്മുടെ ചാനലിൽ ഒരു ഏത്തറിന്റെ വീഡിയോ ഇട്ടു, നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെ എടുത്തിട്ട്. പുള്ളിക്ക് ഇതേപോലെ ഒരു 100 റേഞ്ചേ കിട്ടുന്നുള്ളൂ. 100 റേഞ്ചേ കിട്ടുന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഏതന്റെ 450X ആണോ, ഇത് എനിക്ക് തോന്നുന്നു ഇതിന്റെ പ്രീമിയം മോഡൽ എടുത്താൽ കുറച്ചുകൂടെ റേഞ്ച് കിട്ടും. കാരണം അത് 3.6 കിലോവാട്ട് ആണല്ലോ. ഇത് 2.9 ആയിട്ട് തന്നെ എനിക്ക് 108 ഒക്കെ കിട്ടുന്നുണ്ട്. അതൊരു 140 ഒക്കെ. ഇവിടെ വേറൊരു ബ്ലാക്ക് ചെയ്തൊക്കെ ഉണ്ട് പ്രീമിയം, അത് അവന് ഏകദേശം 140ഓളം കിട്ടുന്നുണ്ടല്ലോ. അല്ല, ഇത് അവന്റെ ഇരിക്കുന്ന അർബനോ പ്രീമിയം ആണ്. അതിന് 3.6 കിലോവാട്ട് ആണ് വരുന്നത്. കുറച്ചുകൂടെ റേഞ്ച് ഉണ്ട്. പിന്നെ എല്ലാവർക്കും കംപ്ലൈന്റ് വരണമെന്നൊന്നുമില്ല, പക്ഷെ എനിക്ക് നല്ല പണി കിട്ടിയായിരുന്നു. ഞാൻ കാരണം മാക്സിമം യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. എനിക്ക് ഞാൻ ഇതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്, നല്ല പരിപാടിയും കിട്ടിയിട്ടുണ്ട്. പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഒരു പുതിയൊരു ടെക്നോളജിയിലോട്ട് കാല് വയ്ക്കുമ്പോ എന്തായാലും പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷേ കമ്പനിയാണ് കുറച്ചുകൂടെ അല്ലേ, പക്ഷെ കമ്പനി ഇത് പരിഹരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സെയിലൊക്കെ നമ്പർ 1 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ചേതക്ക് നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അതെ, സെയിൽസ് മാത്രമല്ല, നമ്മുടെ ഫ്യൂച്ചർ കസ്റ്റമേഴ്സ് സർവീസ് എത്രയും ബെറ്റർ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഇത് കിട്ടും. കൂടുതൽ ടാറ്റ തന്നെ ആണെങ്കിലും എല്ലാരും കംപ്ലൈന്റ് പറയുന്നത് നല്ല വണ്ടി ഇറക്കിയിട്ട് സർവീസ് ആഫ്റ്റർ സെയിലാണ് നമ്മൾ ഒരു വണ്ടിയുടെ ഇത് ഇരിക്കുന്നത്. നമ്മൾ കമ്പനി അത് കൺസിഡർ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്ലേ. അതൊക്കെ ഇത് കാണാനും ഇത് കൺസിഡർ ചെയ്യാനും പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ ഇത്രയും വണ്ടികൾ ഉള്ളതുകൊണ്ട് അവർക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കോ അറിയില്ല. ഒരുപാട് വണ്ടി ഇറങ്ങുന്നുണ്ട്. ഞാൻ ഇപ്പം ഇറങ്ങിയതിന് ശേഷം ഒരുപാട് കാണുന്നുണ്ട്. ഞാൻ ഈ വണ്ടി എടുത്തതിന് ശേഷം ഒരുപാട് കാണുന്നത്. ഞാൻ എടുത്ത സമയത്തിന് അധികം ഇല്ലായിരുന്നു. ഓലയും ഏതൊക്കെ ആയിരുന്നു കൂടുതൽ കണ്ടിരുന്നത്. ഇപ്പം ഒരുപാട് പേര് വണ്ടി എടുക്കുന്നുണ്ട്. പക്ഷെ സർവീസ് ടീം കുറച്ചുകൂടെ ബെറ്റർ ആവണം, ഒത്തുകൂടെ ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലേ കാര്യമുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ ആക്സിലേറ്റർ വിടുമ്പോൾ തന്നെ നല്ലൊരു ബ്രേക്കിംഗ് ആണ്. പിന്നെ ബ്രേക്ക് പിടിക്കേണ്ട വേറൊരു എന്റെ കൂട്ടുകാരന്മാരെ വേറെയൊക്കെ യൂസ് ചെയ്തിട്ട് പറഞ്ഞ് ഇതെന്താ വണ്ടി നിന്ന് പോണേന്ന് ചോദിച്ചിട്ടുണ്ട്. ആക്സിലേറ്റർ ഇടുമ്പോഴത്തേക്ക് വണ്ടി അങ്ങ് നിൽക്കും. കാര്യം നമ്മളൊരു സാധാ സ്കൂട്ടി അല്ലെങ്കിൽ സാധാ വണ്ടി ഓടിച്ചിട്ട് പെട്ടെന്ന് ഇലക്ട്രിക്കിലോട്ട് വരുമ്പോഴത്തേക്ക് അതൊരു അതാണ് ഞാൻ പറഞ്ഞത്. ത്രോട്ടിൽ സെൻസർ ഉള്ളതുകൊണ്ട് തന്നെ നല്ലോണം സെൻസ് ചെയ്ത് അതിപ്പം ഇഷ്ടപ്പെടുന്നുണ്ടോ? അതെ, മറ്റേ എനിക്കിപ്പോ അത് ശീലമായി. ആദ്യം പാടായിരുന്നു, ഇപ്പൊ എനിക്കത് ശീലമായി, കുഴപ്പമില്ല. എനിക്കിപ്പോ ബ്രേക്ക് ത്രോട്ടിൽ തിരിച്ചുവിടുമ്പോഴത്തേക്ക് ചാർജിങ് കയറും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ത്രോട്ടിൽ തിരിച്ചുവിടുമ്പോഴത്തേക്ക് ചാർജ് തിരിച്ചു കയറും. അത് ഇറക്കത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ 40 കിലോമീറ്റർ സ്പീഡിൽ പോവുകയാണെങ്കിൽ നമ്മൾ ആ ത്രോട്ടിൽ വിട്ട് കഴിഞ്ഞാലും ആ
വിട്ട് കഴിഞ്ഞാൽ ആ ചാർജ് കയറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇറക്കത്തിലേക്ക് ഞാൻ ത്രോട്ടിൽ അങ്ങ് വിടും. അല്ല അപ്പൊ ഒരു ചെറിയ ബ്രേക്കിംഗ് കിട്ടും, ഒരു ഗിയർ ബ്രേക്കിംഗ് കണക്കുള്ള ഒരു പരിപാടിയും കിട്ടും, ചാർജും തിരിച്ച് കയറിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോ ഒരു വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്? അതേ എന്റെ യൂസിന് ഇലക്ട്രിക് ആണ് നല്ലത്. എനിക്ക് ഡെയിലി 70 കിലോമീറ്റർ ഓട്ടം ഉണ്ടല്ലോ, ബോത്ത് സൈഡും കൂടെ 70 കിലോമീറ്റർ ഓട്ടം ഉണ്ട്. അപ്പം എനിക്ക് ഇലക്ട്രിക് തന്നെയാണ് നല്ലത്. ബ്രോന് വേറെ വണ്ടികൾ ഏതൊക്കെയാണ്? എനിക്ക് ഒരു ബുള്ളറ്റ് ഉണ്ട്, ബുള്ളറ്റ് എൻഫീൽഡ് 350 ക്ലാസിക് 350 ആണ് ഉള്ളത്. പിന്നെ കാർ ഒരെണ്ണമുണ്ട്, ഒരു i20 ഉണ്ട്. അപ്പൊ ഇനി ഇപ്പൊ കാറൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇലക്ട്രിക് ആയിരിക്കും നോക്കുന്നത്, അതേ പെട്രോൾ ആയിരിക്കും? എനിക്ക് അങ്ങനെ വലിയ ഓട്ടങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇലക്ട്രിക് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ കാറൊന്നും എടുക്കാനുള്ള പ്ലാനൊന്നും ഇല്ലാത്ത, ഫിനാൻഷ്യലി അത്ര സ്റ്റേബിൾ അല്ല. എപ്പോഴും എടുക്കുന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ആയിരിക്കുമോ? ഭാവിയിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ആയിരിക്കാനാണ് ചാൻസ്. എന്തായാലും ഫ്യൂച്ചർ ഇലക്ട്രിക് ആവാനാണ് ചാൻസ്. ഇപ്പൊ E20 പെട്രോൾ എന്നൊക്കെ പറഞ്ഞ പെട്രോളെ കൊണ്ടുവന്ന് മൈലേജ് ഒക്കെ കുറവാണ്. അതെ, ബുള്ളറ്റിൽ എനിക്ക് E20 അടിച്ചതിന് ശേഷം എനിക്ക് നല്ല പ്രശ്നങ്ങളുണ്ടല്ലേ. 2019 ശേഷമുള്ള വണ്ടിയൊക്കെ E20 അടിക്കുമ്പോഴത്തേക്ക് പ്രശ്നമാണെന്ന് കേട്ടിട്ടുണ്ട്. എഥനോൾ കൂടുതൽ ചേർക്കുന്നു, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇലക്ട്രിക് എനിക്ക് തോന്നുന്നു ഭാവിയിൽ കുറച്ചുകൂടെ അപ്ഡേഷൻ ഒക്കെ വന്ന് ഫാസ്റ്റ് ചാർജിങ് ഒക്കെ വരുമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ ബാറ്ററിയുടെ ഒരു ഇതൊക്കെ കൂട്ടി, ബാറ്ററിയുടെ കപ്പാസിറ്റി ഒക്കെ കൂട്ടി ഫാസ്റ്റ് ചാർജിങ് വരികയാണെങ്കിൽ എല്ലാവരും ഇലക്ട്രിക്കിലോട്ട് ഓപ്ഷൻ ഇല്ല സത്യം പറഞ്ഞാൽ. എല്ലാവരും ഇലക്ട്രിക്കിലോട്ട്. ഇത് നല്ല സ്പീഡൊക്കെ നമ്മൾ വിചാരിക്കുന്ന നടക്കുന്നത്. പിന്നെ ഈ ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് ബാറ്ററി കൊണ്ട് കത്തിപ്പോകും, അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു വണ്ടി കത്തുന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ല. പെട്രോൾ വണ്ടികൾ തന്നെ കത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വെതർ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്ന ഷോർട്ട് വയറിംഗ് ഷോർട്ട് ആവുന്നതാണ്, അങ്ങനെയൊക്കെ കത്തുന്നതായിരിക്കും. അല്ലാതെ വേറെ ഇതൊന്നും പറയുന്നില്ല. സീറ്റിങ്ങിന്റെ കപ്പാസിറ്റി കുറവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെൽമെറ്റ് മാത്രമേ ഇതിനകത്ത് ഇരിക്കുള്ളൂ. ഇപ്പൊ പുതിയ മോഡലിന് എനിക്ക് തോന്നുന്നു 2 ഹെൽമെറ്റ് വെക്കാന്ന് തോന്നുന്നു, ഒത്തുകൂടെ കപ്പാസിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ ചില ആൾക്കാർക്ക് ഈ ഇലക്ട്രിക് വണ്ടി കൊണ്ട് തേരയൊക്കെ കയറുന്ന ടെസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും റിയൽ വേൾഡ് സിനാരിയോസിൽ എന്തെങ്കിലും പ്രശ്നം, അതായത് നല്ല കയറ്റം വല്ല കയറാൻ നേരത്തെ ആളെ വെച്ചിട്ടാണ് കയറണമെങ്കിൽ, നല്ല കയറ്റമാണെങ്കിൽ വലിക്കാൻ ഒത്തിരി നോർമൽ മോഡൽ. പക്ഷെ സ്പോർട്സ് മോഡ് ഇടുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കയറ്റി വലിക്കും. പക്ഷെ ബാറ്ററി ചാർജ് നല്ല വേണം. ഒരു 20 താഴെയൊക്കെ ആണെങ്കിൽ പാടാണ്. ഞാൻ 20 താഴെ ഇട്ടും ഇവിടെ വലിച്ചു കയറ്റിയിട്ടുണ്ട്, ഒരാളെ വെച്ചിട്ട് പുള്ളി ഇത് കയറ്റിയിട്ടുണ്ട്. പക്ഷെ അപ്പം ഒരു പമ്മലാണ്, നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു. അതെ, ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നില്ല, ഒരു പവർ കിട്ടത്തില്ല. പിന്നെ സ്പോർട്സ് മോഡൊക്കെ ഇട്ട് ഓടിക്കുന്നുണ്ടാവാം. എന്റേത് ആ ബാറ്ററി ആ പ്രാവശ്യം കംപ്ലൈന്റ് ആയതിന്റെ കാരണം അതാണെന്ന് തോന്നുന്നു. നല്ല അവരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഇപ്പം ഇങ്ങനെ ഇന്ന രീതിയിലൊക്കെ ഓട്ടിക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു സജഷൻസ് ഉണ്ടായിരുന്നു. 40 റേഞ്ചിനൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ നല്ല മൈലേജ് കിട്ടുമെന്ന് അവർ പറഞ്ഞിരുന്നു. പിന്നെ സ്പോർട്സ് മോഡ് ഇടുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എല്ലാ വണ്ടികളിലും കുറയുന്നുണ്ടല്ലേ. ബാറ്ററീസ് അങ്ങനെ ആണല്ലോ, ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ബാറ്ററി കുറയും. എനിക്ക് തോന്നുന്നു ഭാവിയിൽ ആ ഒരു അപ്ഗ്രേഡ് ഒക്കെ വരുമെന്ന് തോന്നുന്നു. എഫക്റ്റീവായിട്ട് ഭാവിയിൽ ചിലപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു കിലോവാട്ടോ എല്ലാം ഒക്കെ കൂട്ടി ഫാസ്റ്റ് ചാർജിങ് ഒക്കെ വരികയാണെങ്കിൽ നല്ലതാണ്. അതെ. അപ്പൊ ഇനി ഈ ഇലക്ട്രിക്കിലോട്ട് സ്വിച്ച് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരോട് എന്താണ് പറയുന്നത്? ഈ വണ്ടി സജസ്റ്റ് ചെയ്യോ? അതെ, ഈ വണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യണതിൽ കുഴപ്പമൊന്നുമില്ല. സർവീസ് നോക്കി എടുക്കുക, നല്ല സർവീസ് സെന്ററുകൾ നോക്കി എടുക്കുക. ഞാൻ കല്ലിങ്കൽ ചേതക്കുന്നാണ് ചെയ്യുന്നത്, നെടുമങ്ങാടും ആറ്റിങ്ങലുമാണ് ഉള്ളത്. അവരെ 3 ഞാൻ മണ്ണന്തലയുണ്ട്, 3 ഞാൻ സർവീസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എളുപ്പം നോക്കിയല്ല, ഞാൻ ഓരോ സൈഡിൽ എവിടെയായിരിക്കും ഡ്യൂട്ടിക്ക് പോവുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ മണ്ണന്തല കൊടുക്കും, എനിക്ക് അവിടെയാണ് എളുപ്പം. പിന്നെ മെയിൻ സർവീസ് സെന്റർ നെടുമങ്ങാടാണ് കൂടുതലും കൊടുത്തിട്ടുള്ളത്. പക്ഷെ എനിക്ക് സർവീസ് ഓക്കെയാണ്. പക്ഷെ സമയം എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഇതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ ഒരു ഇതും, സർവീസ് ചെയ്തു തരുമെങ്കിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല. അതാണ് എനിക്ക് ഇതിലുള്ള നെഗറ്റീവ് അതാണ്. പിന്നെ കംപ്ലൈന്റ് വരും. ഇലക്ട്രിക് വണ്ടി എടുക്കുന്നവർ എന്തായാലും കംപ്ലൈന്റ് പ്രതീക്ഷിച്ച് തന്നെ വേണം ഇതെടുക്കാൻ. കാരണം നമ്മളിപ്പം എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി അങ്ങ് ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു നമുക്ക് അതിന് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാക്കണം ആ ഒരു ബാക്കപ്പ് പ്ലാൻ എപ്പോഴും ഉണ്ടാകും. അതെ വണ്ടി ഉള്ളവർക്ക് എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ വേണം. ബാക്കപ്പിന് എനിക്കൊരു വണ്ടിയുണ്ട് പ്ലാൻ ആയിട്ട്, പക്ഷെ ആ വണ്ടിയും സീനാണ്. അത് നമുക്ക് പെട്രോൾ അടിച്ച് അതല്ലേ, അതും ഇതും അങ്ങോട്ട് പരസ്പരം ബാക്കപ്പ് ആവാണ്. അതിന് ബാക്കപ്പ് ആയിട്ടാണ് ഇതെടുത്തത്, ഇതിന് ബാക്കപ്പ് കൊള്ളാം. എന്തായാലും അടിപൊളി. സോ ബ്രോ അടിപൊളിയായിരുന്നു. താങ്ക് യു.